ക്ഷേത്രങ്ങളും പള്ളികളും മോസ്കുകളും ഇതര പ്രാർത്ഥനാലയങ്ങൾ കൊണ്ടും സമ്പന്നമാണ് നമ്മുടെ കേരളം. ജീവിത പ്രതിസന്ധികളിലും ദുഃഖങ്ങളിലുമൊക്കെ ആശ്വാസമാകുന്ന കേരളത്തിലെ പുണ്യസങ്കേതങ്ങളും അവിടുത്തെ പ്രത്യേകതകളും കഥകളുമൊക്കെ നിങ്ങൾക്ക് മുന്നിലെത്തിക്കുന്ന ഒരു പ്രോഗ്രാമാണ് പുണ്യദർശനം. സഹദേന്മാരുടെ രാജ്ഞിയായ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സഹദാ ജീവിതം നയിച്ച് ലോകത്തെ ഒരുമിച്ച് നിർത്തിയ കർത്താവായ യേശുവിൻ്റെ മാതാവ് വിശുദ്ധ കന്യാമറിയത്തിൻ്റെ ജനന തിരുനാൾ 8 നോമ്പ് പെരുന്നാളായി ആചരിക്കപ്പെടുകയാണ്. ജീവിതത്തിലെ പ്രതിസന്ധികളും സങ്കടങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ കന്യാമറിയത്തിൻ്റെ അടുത്തേക്ക് എത്താറുണ്ട്. ആഗോള മരിയൻ തീർത്ഥാടന കേന്ദ്രമായ മണർകാട് സെൻറ്റ് മേരീസ് യാക്കോബായ സുറിയാനി കത്തീഡ്രലിൽ 2024 സെപ്റ്റംബർ 1 മുതൽ 8 വരെ 8 നോമ്പ് പെരുന്നാൾ ഭക്തി ആദരപൂർവ്വം ആഘോഷിക്കപ്പെടുകയാണ്. ആ ആഘോഷങ്ങളുടെ പ്രസക്ത ഭാഗങ്ങൾ ലൈവ് TV കേരള പുണ്യദർശനം എന്ന പേരിൽ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു. വിശുദ്ധ ദൈവമാതാവ് ഭൂമിയിൽ ഇറങ്ങി അധിവസിച്ചിരുന്ന പുണ്യസ്ഥാനമാണ് മണർകാട് പള്ളി. 8 നോമ്പ് കാലത്ത് മാത്രമല്ല, വർഷം മുഴുവനായും ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളാണ് ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ഈ വിശുദ്ധ ദൈവാലയത്തിലേക്ക് എത്തുന്നത്. വിശുദ്ധിയുടെ മാതൃകയും വിനയത്തിൻ്റെ പര്യായവും സുഹൃതങ്ങളുടെ കലവറയുമായ വിശുദ്ധ ദൈവമാതാവിൻ്റെ മധ്യസ്ഥത യാചിച്ച് വ്രതശുദ്ധിയോടും അചഞ്ചലമായ വിശ്വാസത്തോടും കൂടെ മണർകാട് പള്ളിയിൽ വന്നെത്തുന്ന ലക്ഷക്കണക്കിന് വിശ്വാസികൾ അനുഗ്രഹം പ്രാപിച്ച് സംതൃപ്തരായാണ് മടങ്ങാറുള്ളത്. ആഗോള മരിയൻ തീർത്ഥാടന കേന്ദ്രമായ യാക്കോബായ സുറിയാനി സഭയുടെ അതിശ്രേഷ്ഠമായ പുണ്യപ്രദ ദേവാലയമായ മണർകാട് പള്ളിയെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യവതിയായ മാതാവുമായിട്ടുള്ള ബന്ധം അതീവ ശ്രേഷ്ഠതയേറിയ ബന്ധമാണ്. പ്രത്യേകിച്ച് മണർകാട് പള്ളിയിലെ 8 നോമ്പ് എന്ന് പറയുന്നത് ഈ ലോകത്ത് ആദ്യമായിട്ട് മണർകാട് പള്ളിയിലാണ് 8 നോമ്പ് ആരംഭിച്ചിട്ടുള്ളത്. ഇതിനെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ ഈ പള്ളി ഇവിടെ ഇല്ലാതിരുന്ന കാലത്ത് ഇവിടുത്തെ 12-13 പ്രായം ചെന്ന ആളുകൾ പള്ളി ഉണ്ടാകുന്നതിന് വേണ്ടി ഈ പള്ളിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് ഭജനമിരുന്നതായിട്ട് ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. അങ്ങനെ 11 ദിവസം ഭജനമിരുന്നതിന് ശേഷം അവർക്ക് അരുളപ്പാടുണ്ടായി, നിങ്ങളിരിക്കുന്ന സ്ഥലത്ത് ഒരു കുരിശ് വെച്ച് അവിടെ പ്രാർത്ഥന ആരംഭിക്കുവാനായിട്ട്. പക്ഷേ കാട് നിറഞ്ഞതായ ആ സ്ഥലത്ത് കാടുകൾ വെട്ടിത്തെളിച്ച് വളരെയേറെ പ്രയാസപ്പെട്ട് ഒരു കുരിശ് വെക്കുകയും അവിടെ പ്രാർത്ഥന ആരംഭിക്കുകയും അങ്ങനെ ആ പ്രാർത്ഥനയുടെ പരിണതഫലമായിട്ടുണ്ടായിട്ടുള്ളതാണ് മണർകാട് പള്ളി ഇരിക്കുന്നതായ സ്ഥലവും മണർകാട് പള്ളിയും. അപ്പോൾ അന്ന് അവർ തീരുമാനിച്ചു, ഈ മണർകാട് പള്ളിയെ സംബന്ധിച്ചിടത്തോളം മണർകാട് പള്ളി 8 നോമ്പ് ആരംഭിക്കണമെന്ന് തീരുമാനിക്കുകയും അതനുസരിച്ച് പ്രായം ചെന്ന ആ പിതാക്കന്മാർ 8 ദിവസത്തെ നോമ്പ് ആരംഭം കുറിക്കുകയും ചെയ്തു. അന്നു മുതൽ ഇന്നുവരെയും ഈ 8 നോമ്പ് വളരെ ഭംഗിയായിട്ട് മണർകാട് പള്ളിയിൽ നടക്കുന്നു. അതിനുശേഷമാണ് ക്രൈസ്തവ സഭകളിലെ മറ്റെല്ലാ ക്രൈസ്തവ ദേവാലയങ്ങളിലും 8 നോമ്പ് ആരംഭിച്ചിട്ടുള്ളത്. ആദ്യം മണർകാട് പള്ളിയിൽ ആരംഭിച്ചു. ഇന്ന് സഭയിലുള്ള എല്ലാ ദേവാലയങ്ങളിലും 8 നോമ്പ് ആചരിച്ചു വരുന്നു. ഭാഗ്യവതിയായ അമ്മ അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്തോളം
വിളിച്ചാൽ വിളി കേൾക്കുന്നവളുമാണ് എന്നുള്ളതായ ആ വലിയ തത്വത്തെ മനസ്സിലാക്കിക്കൊണ്ട് എട്ടുനോയമ്പിൻ്റെ കാലത്ത് മണർകാട് പള്ളിയിലെ ജാതിമത ഭേദമന്യേ അനേകായിരങ്ങൾ കടന്നു വന്ന് നോമ്പെടുത്ത് അമ്മയുടെ മധ്യസ്ഥ പ്രാർത്ഥനകൾ വഴിയായിട്ട് അനവരതമായ അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്, സത്യമാണ്. അതിനകത്ത് കക്ഷിയെന്നോ മതമെന്നോ ഒന്നുമില്ല. എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളും ഈ നോമ്പ് ആചരിക്കാനായിട്ട് മണർകാട് പള്ളിയിൽ വരാറുണ്ട്. നോമ്പ് ആചരിക്കുകയും അത് മുഖാന്തരമായിട്ട് അവരെ അനുഗ്രഹീതരായി തീരുകയും ചെയ്യുന്നു എന്നുള്ളത് ചരിത്ര സത്യമാണ്. ആ നിലയിൽ മണർകാട് പള്ളിയിലെ സെപ്റ്റംബർ മാസം 1-ാം തീയതി ആരംഭിക്കുന്ന എട്ടുനോമ്പ് 8-ാം തീയതി പെരുന്നാളോടുകൂടി അനുഗ്രഹകരമായി പര്യവസാനിക്കുകയാണ്. അങ്ങനെയാണ് മണർകാട് പള്ളി അറിയപ്പെടുന്ന ഒരു ദേവാലയമായി തീർന്നിട്ടുള്ളതും ആ ദേവാലയത്തിൽ അനേകായിരങ്ങൾ എട്ടുനോമ്പിന് മാത്രമല്ല എല്ലാ ഞായറാഴ്ചകളിലും മറ്റ് ദിവസങ്ങളിലുമൊക്കെ ധാരാളം ആളുകൾ വന്ന് നേർച്ച കാഴ്ചകൾ സമർപ്പിച്ച് അമ്മയുടെ മധ്യസ്ഥതയിൽ യാചിക്കുന്നുണ്ട്. അമ്മയുടെ തിരുശേഷിപ്പിൻ്റെ ഒരു ഭാഗം, ഇടക്കെട്ടിൻ്റെ ഒരു ഭാഗം മണർകാട് പള്ളിയിൽ സ്ഥാപിച്ചിട്ടുണ്ട്. അത് പരിശുദ്ധ പാത്രിക്കീസ് ബാവ തിരുമനസ്സുകൊണ്ട് ഈ പള്ളിയിൽ എഴുന്നള്ളി വന്നപ്പോൾ സ്ഥാപിച്ചിട്ടുള്ളതാണ്. അത് മനുഷ്യർ വന്ന് അല്ലെങ്കിൽ വിശ്വാസികൾ വന്ന് വണങ്ങുകയും അത് മുഖാന്തരമായിട്ട് അനുഗ്രഹീതരായി തീരുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്, സത്യമാണ്. അങ്ങനെ മണർകാട് പള്ളി ഇന്ന് അറിയപ്പെടുന്ന ഒരു ദേവാലയമായി തീർന്നിട്ടുണ്ട്. എട്ടുനോമ്പ് ഇന്ന് എല്ലാ ദേവാലയങ്ങളിലും ആചരിപ്പാൻ തക്കവണ്ണം മണർകാട് പള്ളി അടിസ്ഥാനമാക്കിയാണ് ഈ നോമ്പ് ആചരണം ഇന്ന് എല്ലാ ദേവാലയങ്ങളിലും ആരംഭിച്ചിട്ടുള്ളത്. അത് മുഖാന്തരമായിട്ട് മണർകാട് പള്ളിയിലെ എട്ടുനോമ്പ് കീർത്തിയുള്ളതും അനേകർക്ക് പ്രത്യാശയും പ്രതീക്ഷയും നൽകുന്ന ഒന്നായി തീർന്നിട്ടുണ്ട് എന്നുള്ളതായ ആ യാഥാർത്ഥ്യം ഞങ്ങളെ ഈ തിരുനാളിൽ അറിയിക്കുന്നു. സുറിയാനി സഭയും കന്യകമറിയാമുമായിട്ട് ഉള്ള സമീപനത്തെക്കുറിച്ച് പറയുമ്പോൾ ഭാഗ്യവതിയായ അമ്മ സുറിയാനി സഭയിൽ എല്ലാ മതവിഭാഗങ്ങളും ഒരുപോലെ വിശ്വസിക്കപ്പെടുന്ന ഒന്നാണ് ഭാഗ്യവതിയായ അമ്മ. അമ്മയെ സംബന്ധിച്ചിടത്തോളം മുന്നമേ ഞാൻ ഓർമ്മപ്പെടുത്തിയതുപോലെ അമ്മ അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്തവളാണ്, വിളിച്ചാൽ വിളി കേൾക്കുന്നവളാണ് എന്നുള്ളതായ ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് സഭ അമ്മയെ വളരെ കാര്യക്ഷമമായിട്ട് കാണുകയും അമ്മയുടെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് സഭയും മാതാവുമായിട്ടുള്ളതായ ബന്ധം എന്നുള്ളത് ഇത്തരണത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ശാസ്ത്രവും സാങ്കേതിക വിദ്യകളും ഗതിമുട്ടി നിൽക്കുന്നിടത്താണ് രോഗപീഠകളിൽ നിന്നും ജീവിത പ്രതിസന്ധികളിൽ നിന്നും പൈശാചിക ബന്ധനങ്ങളിൽ നിന്നുമെല്ലാം വിശുദ്ധ ദൈവമാതാവിൻ്റെ മഹാകരുണയാൽ ആയിരങ്ങൾ ആശ്വാസതീരമണയുന്നത്. തീരാവ്യാധികൾ പിടിപെട്ട് സകല പ്രത്യാശയും നഷ്ടപ്പെട്ട അനേകർ എട്ടുനോമ്പ് കാലത്ത് ഈ ദേവാലയത്തിൽ വന്ന് വിശുദ്ധ ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ അഭയപ്പെട്ട് പൂർണ്ണ സൗഖ്യം പ്രാപിക്കുന്നു. മണർകാട് പള്ളിയിൽ അമ്മയുടെ സന്നിധിയിൽ അഭയം തേടുന്ന ഏതൊരു വിശ്വാസിയുടെയും ആവശ്യങ്ങളെ അറിഞ്ഞനുഗ്രഹിക്കുന്ന കരുണാനിധിയാണ് വിശുദ്ധ ദൈവമാതാവ്. പാല ചുണ്ടച്ചേരി സെൻറ് ജോസഫ് എഞ്ചിനീയറിംഗ് കോളേജിൻ്റെയും ഹോട്ടൽ മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയും ആശംസകൾ എട്ടുനോമ്പിനോടനുബന്ധിച്ച് മണർകാട് കത്തീഡ്രൽ പള്ളിക്ക് എട്ടുനോമ്പിൻ്റെ ആശംസകൾ നേരുന്നു. വളരെ സന്തോഷമുണ്ട്. ഈ കോളേജ് 2002 ആരംഭിച്ചതാണ്. ഈ രണ്ട് കോളേജുകളും പാലാ രൂപതയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ്. ഞാൻ അതിൻ്റെ ചെയർമാനാണ്. ഡോക്ടർ ജോസഫ് മലയപ്പറമ്പിൽ എന്നാണ് എൻ്റെ പേര്. ഞങ്ങൾ ഏതാണ്ട് 200ഓളം ടീച്ചേഴ്സ്, അധ്യാപകരും 75ഓളം അനധ്യാപകരും ഉൾപ്പെടുന്ന 2300-ൽ പരം കുട്ടികൾ എഞ്ചിനീയറിംഗ് കോളേജിലും 800ഓളം കുട്ടികൾ ഹോട്ടൽ മാനേജ്മെൻറ്റ് കോളേജിലും പഠിക്കുന്നു. കഴിഞ്ഞ 22 വർഷമായി ഈ കോളേജ് ഇവിടെ ആരംഭിച്ചിട്ട്. ഈ കോളേജിൽ എല്ലാ വിഭാഗക്കാരായ കുട്ടികളുമുണ്ട്. അവരെല്ലാവരും വളരെ താല്പര്യപൂർവ്വം ഈ കോളേജിൻ്റെ പ്രവർത്തനങ്ങളിൽ സഹകരിച്ച് മുന്നോട്ട് പോകുന്നു. എട്ടുനോമ്പ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. പരിശുദ്ധ അമ്മയുടെ ജന്മതിരുനാൾ ആചരിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ മണർകാട് പള്ളിയിൽ എനിക്ക് എൻ്റെ പരിശീലന കാലത്ത് മണർകാട് പള്ളി എട്ടുനോമ്പ് ആചരണത്തിൽ ഞാൻ പങ്കുചേർന്നിട്ടുണ്ട്. എത്രയോ ഭക്തി നിർഭരമായ കർമ്മങ്ങൾ അവിടെ നടക്കുന്നു. അതെല്ലാം കാണുവാനും അതിൽ പങ്കുചേരുവാനും സാധിച്ചൊരു വലിയ ഭാഗ്യമായി കരുതുകയാണ്. ഈ തിരുനാളിന് എല്ലാ ദൈവാനുഗ്രഹങ്ങളും ആശംസിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.
നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ വിഷ്ണു മോഹൻ. ഇത് എൻ്റെ വൈഫ് ഡോക്ടർ കൃഷ്ണപ്രിയ. ഞങ്ങൾ ഒരുമിച്ചാണ് കല്ലറ ക്ലിനിക്കിലും അതുപോലെ തന്നെ എറണാകുളം ഡോക്ടർ പൾസ്, അതുപോലെ മാസ്ലീവ, മെഡിസിറ്റി, ഹോളി ക്രോസ് ഹോസ്പിറ്റൽ എന്നിവിടങ്ങളിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ കൊച്ചിലേ തന്നെ കേട്ട് അതുപോലെ തന്നെ ഞങ്ങൾക്ക് വിശ്വാസവുമുള്ള ഒരു പള്ളിയാണ് മണർകാട് സെൻറ് മേരീസ് പള്ളി. ആ പള്ളിയുടെ 8 നോമ്പ് പെരുന്നാൾ ഈ മാസം 1 മുതൽ 8 വരെ നടക്കുകയാണ്. അതിനോടനുബന്ധിച്ച് ഉള്ള എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങളുടെ പ്രാർത്ഥനയും ആശംസകളും നേർന്നു. പ്രിയ വിശ്വാസികളെ, മണർകാട് വിശുദ്ധ മർത്തോമ യാക്കോബ സുറിയാനി പള്ളി പൂർവികന്മാരുടെ ദർശനത്തിന് ശേഷമാണ് പള്ളി സ്ഥാപിക്കുന്നത്. അതിനെക്കുറിച്ച് എല്ലാ ലേഖനങ്ങളും വന്നിട്ടുണ്ട്. എന്നാൽ 2012 മാസത്തിൽ ഇവിടെ കൽക്കുരിശിൽ നിന്ന് ചൂണ്ടുകയിലും വീഴുന്നുള്ളതാണ്. അതും പുതിയ വിശേഷം. അത് അന്നും പിറ്റേ വർഷം ഉണ്ടായി, പിന്നെ വന്നിട്ടില്ല. വിശ്വാസികളുടെ വിശ്വാസവും പദ്ധതിയും അവരുടെ ആരാധനയും അവരുടെ സ്നേഹവും ദൈവമാതാവിനുള്ള ഭക്തിയും കൊണ്ട് സംഭവിക്കുന്നതാണ്. രോഗികൾ സൗഖ്യം പ്രാപിക്കുന്നു, മക്കളില്ലാത്തവർക്ക് മക്കൾ ലഭിക്കുന്നു, ധനമില്ലാത്തവർക്ക് ധനം ലഭിക്കുന്നു, വീടില്ലാത്തവർക്ക് വീട് ലഭിക്കുന്നു. അങ്ങനെ ഒരു മനുഷ്യർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാരണങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ അവർ ചോദിക്കുന്ന എല്ലാം അമ്മയുടെ മധ്യസ്ഥയിൽ കൊടുക്കും. ഡമാസ്കസിലാണ് ഞങ്ങളുടെ സഭയുടെ പത്രോസ്ലീഹ സഭ സ്ഥാപിച്ച് ജനങ്ങൾ കൂടി വന്നപ്പോൾ ഡമാസ്കസ് വെച്ച് ക്രിസ്ത്യാനി എന്ന് പേരിട്ടു. ആ ക്രിസ്ത്യാനി ലോകം മുഴുവൻ പറഞ്ഞു. ഇവിടെ ഇന്ന് വിശ്വസ്തയോടെ സഭാകാര്യങ്ങൾ നടക്കുന്നു. ഞങ്ങളുടെ പള്ളി ഇന്ത്യ സിംഹാസനത്തിന് കീഴിൽ ഭാഗ്യമോളെ വാണിരുന്ന മോറാമ ഇഗ്നാത്യോസ് സഫറെ ജിതിയൻ ബാവാട് ഭരണത്തിന് കീഴിലാണ്. പത്രക്കിസന്മാരാൻ നിയമിക്കുന്ന കാതോലിക്ക ഞങ്ങൾക്ക് കാതോലിക്ക ബസേരിയസ് തോമസ് മന്നമ്മ ആ ഇപ്പം ഇരിക്കുന്നു. അതുപോലെ മെത്രാച്ചന്മാർ 33 പേര്. മണ്ടാടപ്പള്ളി സ്ഥാപനകാലം ഇന്ത്യ സിംഹാസനക്ക് പത്രക്കിസ്മാരുടെ കൽപ്പന അനുസരിച്ച് കഴിഞ്ഞുകൊടുന്നു. ഇവിടെ 4500ഓളം വീട് ഇടവക്കാരായിട്ടുണ്ട്. 5000ഓളം പുരുഷന്മാർ വോട്ടർമാരുണ്ട്, സ്ത്രീകളെയും പെൺകുട്ടികളെയും കൂടാതെ. അങ്ങനെ എല്ലാ സ്ഥാപനങ്ങളും ഉണ്ട്. നേഴ്സറി സ്കൂളും അപ്പരൊരു കോളേജ് വരെയും, അതുപോലെ തന്നെ ഹൈസ്കൂള്, ഹയർ സെക്കൻഡറി സ്കൂള്, നേഴ്സിംഗ് സ്കൂള്, ഹോസ്പിറ്റല് എല്ലാ സൗകര്യങ്ങളോടു കൂടിയാണ്. പള്ളിയിൽ വരുന്ന വരുമാനങ്ങളെല്ലാം ഈ സ്ഥാപനങ്ങൾക്ക് വേണ്ടി മുടക്കുന്നു. ഇത് ഇവിടെ നേഴ്സിംഗ് സ്കൂളും
കോളേജൊക്കെ വന്നുകൊണ്ട് ദേശത്ത് വിദ്യാഭ്യാസമുള്ള അനേകർ വിദേശത്ത് ചെന്നാലും നാട്ടുകാരും ഇത് എല്ലാത്തിനും പ്രാപ്തരാണ്. അതുകൊണ്ട് അമ്മയുടെ മധ്യസ്ഥ ആർക്കും തോൽവി വന്നിട്ടില്ല, ഓരോരുത്തർക്കും അഭിവൃദ്ധി വന്നിട്ടുണ്ട്. ഓരോ ദിവസങ്ങളിലും പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കുന്നവർ, ഞാൻ സാധാരണ പ്രാർത്ഥിക്കുന്നത് അമ്മയും മാതാവേ നിൻ്റെ അടുക്കൽ വരുന്ന എല്ലാവരും, അത് ഞങ്ങൾ ക്രിസ്ത്യാനിന്നില്ല, ഹിന്ദുന്നില്ല, മുസ്ലിമില്ല, ജാതി മതഭേദമേ എല്ലാവരെയും അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കും. ഒഴിഞ്ഞ ഭാഗ്യമായിട്ട് വരുന്നവർ ഭാഗ്യം നിറച്ച അനുഗ്രഹവും ചെയ്യപ്പോവും. അതുകൊണ്ട് അമ്മയുടെ മധ്യസ്ഥയിൽ അഭയപ്പെടുന്നതിന് ഒരു തകരാറുമില്ല. ഒരു പ്രാർത്ഥിച്ചാൽ അമ്മൻ്റെ മകൻ്റെ യേശുവിൻ്റെ അടുത്ത് അപേക്ഷിക്കുകയും നമുക്ക് നന്മ ലഭിക്കും. 1968 തുടങ്ങിയതാണ് ITC. ആദ്യം അത് സെൻറ്ററായിരുന്നു, പിന്നെ കേന്ദ്ര ഗവൺമെൻറ് നേരിട്ടുള്ള ITI ആണ്. ഗവൺമെൻറ്റിൻ്റെ എല്ലാം ITI ആണ്. മാനേജ്മെൻറ്റിനെ കൊടുത്ത ITC എന്നാണ്. സെൻറ്ററും ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പം എല്ലാ ട്രേഡുകളുണ്ട്. ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്, ഫിക്സഡ് ട്രേഡ്, ട്രാൻസ്ഫോർമേഷൻ, പിന്നെ മോട്ടോർ മെക്കാനിക്ക്, ഡീസൽ മെക്കാനിക്ക്, എല്ലാ ട്രേഡുകളും കൊണ്ടുപോയി വളരെയധികം പിള്ളേർ ട്രെയിനിങ്ങിന് വന്നു ജോലി കിട്ടി. അവിടെ ഭവനത്തിന് അഭിവൃദ്ധിയുണ്ട്. ഇപ്പോൾ പിള്ളേരൊക്കെ പഠിക്കാൻ കുറവാണ്. 36 പേര് ബാക്കി പഠിച്ചുകൊണ്ടിരുന്ന ഓരോ ട്രേഡിലും. ഇപ്പം വന്നാലും 30 പേര്. അതുകൊണ്ട് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് പഠിക്കുന്നവർക്കൊക്കെ എല്ലാം ചെറുപ്പത്തിൽ ജോലി കിട്ടും. വിദേശത്ത് പോകാൻ സമയമുണ്ട്. ഇപ്പം പിള്ളേർ പോകാനോണ്ടിരിക്കുക. അത് വീട്ടിൽ പിള്ളേരില്ലല്ലോ. യൗവനക്കാരായ പിള്ളേരെല്ലാം അവസരമൊക്കെ വേണ്ടി പോവും. പിന്നെ വീട്ടിൽ പ്രായമുള്ള 60 വയസ്സിന് മുകളിലുള്ള സഹോദരൻ കിളവന്മാർ. അതുകൊണ്ട് ഇവിടെ ഇനിയിപ്പോൾ ഇതൊന്നും നടക്കുകയില്ല. പള്ളിയിലെ പ്രധാന നേർച്ച വഴിപാടുകൾ ഇവയാണ്: വിശുദ്ധ കുർബാന, ഒറ്റ കുർബാന, 3-ന്മേൽ കുർബാന, 5-ന്മേൽ കുർബാന, ഓർമ്മ കുർബാന. വിശുദ്ധ ദൈവമാതാവിനുള്ള മധ്യസ്ഥ പ്രാർത്ഥന, അടിമ വയ്ക്കൽ, പിടിപ്പണം, ഉരുള നേർച്ച അഥവാ ശയന പ്രദക്ഷിണം, കൽക്കുരിശിനും പള്ളിക്കും ചുറ്റും മുട്ടിന്മേൽ നീന്തൽ, മുത്തുക്കുട, കൊടി നേർച്ച, സ്വർണം വെള്ളി കുരിശുകൾ നേർച്ച, എണ്ണ മെഴുകുതിരി കുന്തിരിക്കം നേർച്ച, ചുറ്റുവിളക്ക് കത്തിക്കൽ, വഞ്ചിക നേർച്ച വഴിപാടുകൾ, പാച്ചോർ നേർച്ച. ഈ പള്ളിയിലെ ചരിത്ര പ്രസിദ്ധമായ റാസ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ആധ്യാത്മിക ഘോഷയാത്രയായി അറിയപ്പെടുന്നു. ആയിരക്കണക്കിന് മുത്തുക്കുടകളുടെയും നൂറുകണക്കിന് വെള്ളി കുരിശുകളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ കുരിശുപള്ളികളിലേക്ക് നടത്തപ്പെടുന്ന റാസയിൽ പരിശുദ്ധ ദൈവമാതാവിനോടുള്ള പ്രാർത്ഥനാഗീതങ്ങൾ ആലപിച്ചുകൊണ്ട് ഭക്തി നിർഭരമായി പങ്കെടുക്കുന്നത് അത്യന്തം പുണ്യദായകമായി കരുതപ്പെടുന്നു. മുത്തുക്കുട എടുത്ത് റാസയിൽ പങ്കെടുക്കുന്നത് ഉദ്ദിഷ്ട കാര്യസാധ്യത്തിനുള്ള ഒരു വഴിപാടായി ഭക്തജനങ്ങൾ കാണുന്നു. വസ്ത്രവ്യാപാര രംഗത്ത് പ്രൗഢിയുടെ 100 വർഷങ്ങൾ പിന്നിടുന്ന പുളിമൂട്ടിൽ സിൽക്ക് ഹൗസ്, മനസ്സിനുള്ളിൽ മാരിവിൽ വർണ്ണങ്ങൾ നിറയ്ക്കാൻ കഴിയുന്ന, മഴവിൽ വർണ്ണങ്ങൾ നിറയ്ക്കാൻ കഴിയുന്ന വിപുലമായ വസ്ത്രശേഖരവുമായി തിരുവല്ല പുളിമൂട്ടിൽ സിൽക്സ്. മണർകാട് സെൻറ് മേരീസ് യാക്കോബായ സുറിയാനി കത്തീഡ്രലിലെ 8 നോമ്പ് പെരുന്നാളിന് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. മണർകാട് പള്ളിയിലെ 8 നോയമ്പ് തിരുനാളിന് VF ഗാർമെന്റ്സിന്റെ പേരിലുള്ള എല്ലാവിധ ആശംസകളും നേരുന്നു.
ആഗോള മരിയൻ തീർത്ഥാടന കേന്ദ്രമായ മണർകാട് വിശുദ്ധ മർത്തമറിയം യാക്കോബായ സുറിയാനി കത്തീഡ്രൽ ചരിത്രപ്രസിദ്ധമായ എട്ടുനോമ്പ് പെരുന്നാള് 2024 പൂർവാധികം ഭംഗിയായി നടത്തുവാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിരിക്കുകയാണ്. ഈ വർഷവും 50 ലക്ഷത്തിലധികം ഭക്തജനങ്ങളെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ആയതിനായിട്ട് 1501 പേരടങ്ങുന്ന 15 സബ് കമ്മിറ്റികൾ രൂപീകരിച്ച് അതിന്റെ ക്രമീകരണങ്ങളൊക്കെയും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ വർഷം ഭക്തജനങ്ങളെ സ്വീകരിക്കുന്നതിനായി പള്ളി ഒരു റിനോവേഷൻ നടത്തി ജൂൺ മാസം മുതൽ 2 മാസം നീണ്ടു നിൽക്കുന്നതായ പ്രവർത്തനങ്ങൾക്കൊടുവിൽ പൂർവാധികം ഭംഗിയായി പള്ളിയുടെ പഴമയും പ്രൗഢിയും നിലനിർത്തിക്കൊണ്ട് വോൾ പാനലിങ്, സീലിംഗ്, ലൈറ്റിങ്, പെയിന്റിങ് മുതലായ എല്ലാ കാര്യങ്ങളിലും പള്ളിയുടെ പ്രാകാരം എന്ന ഭാഗത്ത് ഒരു റിനോവേഷൻ നടത്തി ഭക്തജനങ്ങളെ സ്വീകരിക്കുവാനുള്ള ക്രമീകരണങ്ങൾ ഇപ്പോൾ ചെയ്തിരിക്കുകയാണ്. ഈ വർഷവും എട്ടുനോമ്പ് പെരുന്നാളിന് സെപ്റ്റംബർ 1 മുതൽ 8 വരെയും തുടർന്ന് 14 വരെയുള്ള ദിവസങ്ങളിൽ സഭയിലെ അഭിവന്യ മെത്രാപ്പൊലീത്തന്മാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുവാനുള്ള ക്രമീകരണം ചെയ്തിരിക്കുകയാണ്. 3-ാം തീയതിയാണ് എട്ടുനോമ്പിനോടനുബന്ധിച്ച് നടത്തപ്പെട്ട മെറിറ്റ് ഡേയുടെ പ്രോഗ്രാമുകൾ ഷെഡ്യൂൾ ചെയ്തിരുന്നത്. 4-ാം തീയതി പൊതുസമ്മേളനവും 6-ാം തീയതിയാണ് ഈ പള്ളിയുടെ ചരിത്ര പ്രസിദ്ധമായ റാസ, അതായത് ഏഷ്യയിലെ ഏറ്റവും വലിയ റാസ എന്നറിയപ്പെടുന്ന ആയിരക്കണക്കിന് മുത്തുപ്പിഴകൾ എടുത്ത ഭക്തജനങ്ങൾ മാതാവിനെ മനസ്സിലോർത്തുകൊണ്ട് ധ്യാനിച്ചുകൊണ്ട് മണർകാട് കവല ചുറ്റിയുള്ള റാസ നടത്തപ്പെടുന്നത് സെപ്റ്റംബർ മാസം 6-ാം തീയതിയാണ്. 7-ാം തീയതി ഉച്ച നമസ്കാരത്തോടുകൂടി പ്രധാന മദ്ബഹായിലുള്ള മാതാവിന്റെയും ഉണ്ണിയേശുവിന്റെയും ചിത്രം ഭക്തജനങ്ങൾ കാണുവാൻ തക്കവണ്ണം തുറന്നു കൊടുക്കുന്നതായിരിക്കും. ഈ ചിത്രം ശ്ലീബ പെരുന്നാൾ ദിവസമായ 14-ാം തീയതി വരെ വിശ്വാസികൾക്ക് കാണുവാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കുന്നതുമാണ്. 7-ാം തീയതി വൈകുന്നേരം പ്രദക്ഷിണവും തുടർന്ന് ആകാശ വിസ്മയവും ഉണ്ടാകും. പ്രധാന പെരുന്നാൾ ദിവസമായ സെപ്റ്റംബർ മാസം 8-ാം തീയതി മലങ്കര മെത്രാപ്പൊലീത്ത അഭിവന്യനായ ജോസഫ് മോർ ഗ്രിഗോറിയോസ് തിരുമനസ്സുകൊണ്ട് വിശുദ്ധ കുർബാനയ്ക്ക് പ്രധാന കാർമ്മികത്വം വഹിക്കുന്നതും അന്ന് ഉച്ചകഴിഞ്ഞ് നടത്തപ്പെടുന്ന റാസായുടെ പ്രധാന പെരുന്നാൾ ചടങ്ങുകൾ അവസാനിക്കുന്നതും ആയിരിക്കും. തുടർന്ന് 14-ാം തീയതി വരെ ഭക്തജനങ്ങൾക്ക് ഈ ദേവാലയത്തിലെ ഇല്ലുമിനേഷൻ കാണുവാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. അതോടൊപ്പം പ്രധാന മദ്ബഹായിലുള്ള മാതാവിന്റെയും ഉണ്ണിയേശുവിന്റെ ചിത്രം 14-ാം തീയതി വരെ ഭക്തജനങ്ങൾക്ക് ദർശിക്കുവാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. 14-ാം തീയതി സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം നട അടയ്ക്കുന്നതോടുകൂടെ പെരുന്നാളിന്റെ എല്ലാ ചട്ടവട്ടങ്ങളും അവസാനിക്കുന്നതും ആയിരിക്കും. ഈ പള്ളിയിലെ പ്രധാന നേർച്ചകൾ എന്ന് പറയുന്നതിൽ ഒന്നാമതായി വരുന്നത് കൽക്കുരിശങ്കൽ എത്തി പ്രാർത്ഥിക്കുക, തിരികൊളുത്തുക എന്നുള്ളതാണ്. ഭക്തജനങ്ങൾ അവർക്കായി ക്രമീകരിച്ചിരിക്കുന്ന കുളങ്ങളിൽ ചെന്ന് കാലുകളും കൈകളും കഴുകി ശുദ്ധിയായി വന്ന് കൽക്കുരിശങ്കൽ വിളക്ക് കത്തിക്കുന്ന ഒരു പതിവ് ഈ ഇടവകയിലുണ്ട്. അതുപോലെ തന്നെ മുത്തുക്കുട എടുത്ത് പള്ളിക്ക് 3 വലം വെച്ച് പള്ളിക്കുള്ളിൽ കൊണ്ടുവച്ച് അവരുടെ പ്രാർത്ഥന ആവശ്യങ്ങൾ മാതാവിന് മുമ്പാകെ സമർപ്പിക്കുന്ന ഒരു രീതിയും ഈ ഇടവകയിൽ ഉണ്ട്. എട്ടുനോമ്പ് പെരുന്നാളിന്റെ പ്രധാന ഒരു നേർച്ച എന്ന് പറയുന്നത് പാച്ചോർ നേർച്ചയാണ്. അത് 7-ാം തീയതി വൈകുന്നേരം പ്രദക്ഷിണത്തിന് ശേഷം ഏകദേശം 12 മണിയോടുകൂടെ കൊടുക്കുവാൻ തുടങ്ങുന്നതും 8-ാം തീയതി എല്ലാ വിശ്വാസികൾക്കും പാച്ചോർ നേർച്ച ഈ പള്ളിയിൽ വന്ന് സ്വീകരിക്കുവാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഈ വർഷവും ചെയ്തിട്ടുണ്ട്. എൻ്റെ പേര് ചേസ്റ്റോ ചെറിയാൻ. ഇത് എൻ്റെ വൈഫ് ബിനു ജോസഫ്. ഞങ്ങൾ പാല മിസ്റ്റർ ഡോർ എന്ന സ്ഥാപനത്തിൻ്റെ സ്റ്റീൽ ഡോർസ്, സ്റ്റീൽ വിൻഡോസ് സപ്ലൈ ചെയ്യുന്ന മിസ്റ്റർ ഡോർ എന്ന സ്ഥാപനത്തിൻ്റെ MD ആണ്. ഞാൻ നമ്മുടെ മണർകാട് പള്ളിയിലെ മാതാവിൻ്റെ 8 നോമ്പ് തിരുനാളിന് എല്ലാവർക്കും എല്ലാ ആശംസകളും നേരുന്നു. മാതാവിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എൻ്റെ പേര് ബാബു ജയപാൽ. ഞാൻ അലോക്
ഡിസൈൻസ് ആൻഡ് കൺസ്ട്രക്ഷൻ എന്ന സ്ഥാപനത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ്. എൻ്റെ സ്ഥാപനം ഏറ്റുമാനൂർ പേരൂർ റോഡിലെ നേതാജി നഗറിലാണ്. മണർകാട് മാതാവിൻ്റെ എട്ടുനോമ്പ് പെരുന്നാളിന് എൻ്റെയും എൻ്റെ സ്ഥാപനത്തിൻ്റെയും ആശംസകൾ. എൻ്റെ പേര് ജോസ് ജോർജ്. ഞാൻ കാർ മോട്ടോർ വെൽഡിൻ്റെ സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥനാണ്. എൻ്റെയും എൻ്റെ സ്ഥാപനത്തിൻ്റെയും പേരിൽ മണർകാട് പള്ളിയിലെ 8 നോയമ്പിന് എല്ലാവിധ ആശംസകളും നേരുന്നു. പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജനന പെരുന്നാളോടനുബന്ധിച്ച് മണർകാട് വിശുദ്ധ മർത്തമറിയം യാക്കോബായ സുറിയാനി കത്തീഡ്രലിൻ്റെ സ്ഥാപക ചരിത്രത്തെ സ്മരിക്കുന്നതിനായി ആണ്ടുതോറും നടത്തി വരുന്നതായ 8 നോമ്പ് പെരുന്നാൾ ഈ വർഷവും പൂർവാധികം ഭംഗിയോടെ നടത്തപ്പെടുകയാണ്. ഏകദേശം 50 ലക്ഷത്തോളം ഭക്തജനങ്ങൾ ഈ 8 നോമ്പ് കാലയളവിൽ മണർകാട് പള്ളിയിൽ എത്തിച്ചേരുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. 8 നോമ്പിൽ എത്തിച്ചേരുന്ന ഭക്തജനങ്ങളെ വരവേൽക്കുന്നതിനായി വിപുലമായ ക്രമീകരണങ്ങളാണ് മണർകാട് ഇടവക ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ 8 നോമ്പ് കാലയളവിൽ ഇടവകയിലെ 80 വയസ്സിന് മുകളിൽ പ്രായമുള്ള വയോധികരെ ആദരിക്കുന്നതും അതുപോലെ തന്നെ ഇക്കഴിഞ്ഞ അധ്യയന വർഷത്തിൽ ഉന്നത വിജയം കൈവരിച്ച ഇടവകയിലെ വിദ്യാർത്ഥികളെയും അതുപോലെ പള്ളിവക സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളെയും ആദരിക്കുന്നുണ്ട്. സെപ്റ്റംബർ മാസം 4-ാം തീയതി നടക്കുന്ന സമ്മേളനത്തിൽ ഇടവകയിലെ ചാരിറ്റി പ്രസ്ഥാനമായ വിശുദ്ധ മർത്തമറിയം സേവക സംഘം 8 പേർക്ക് നിർമ്മിച്ച് നൽകുന്ന ഭവനങ്ങളുടെ ഫലകം വിതരണം ചെയ്യുന്നതിൻ്റെ ഉദ്ഘാടന കർമ്മം ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ VN വാസവൻ അവർ നിർവഹിക്കുന്നതാണ്. 8 നോമ്പ് കാലയളവിലൂടെ എത്തിച്ചേരുന്ന എല്ലാവർക്കും 1 മുതൽ 7-ാം തീയതി വരെ നേർച്ചക്കഞ്ഞി നൽകി വരുന്നു. സെപ്റ്റംബർ മാസം 6-ാം തീയതി
മുൻപതുപോലെ പള്ളിയുടെ കുരിശുപള്ളികളെ കണിയാങ്കുന്നിലും മണർകാട് കവലയിലുമുള്ള 2 കുരിശുപള്ളികളിലേക്കുള്ള ആഘോഷ സമന്വയവും ഭക്തി നിർഭരവുമായ റാസ, അതിൽ 10,000-കണക്കിന് മുത്തുക്കുടകൾ പിടിച്ചുകൊണ്ടും 100-കണക്കിന് പൊൻവള്ളി കുരിശുകൾ പിടിച്ചുകൊണ്ടും ഭക്തജനങ്ങൾ പങ്കെടുക്കുന്നത് അനുഗ്രഹദായകമെന്ന് ഭക്തജനങ്ങൾ കരുതുന്നു. പ്രധാന പെരുന്നാൾ ദിവസങ്ങളായ സെപ്റ്റംബർ 7, 8 എന്നീ ദിവസങ്ങളിൽ വളരെയധികം ഭക്തജന തിരക്കാണ് അനുഭവപ്പെടാറുള്ളത്. 7-ാം തീയതി ഈ പള്ളിയുടെ പ്രധാന മദ്ബഹായിലെ ത്രോണോസിൽ സ്ഥാപിച്ചിരിക്കുന്ന വിശുദ്ധ ദേവമാതാവിൻ്റെയും ഉണ്ണി യേശുവിൻ്റെയും കൂടിയുള്ള ചിത്രം ഭക്തജനങ്ങൾക്ക് ദർശനത്തിനായി തുറന്നു കൊടുക്കുന്നതാണ്. അത് വർഷത്തിലൊരിക്കൽ മാത്രമാണ് ഭക്തജനങ്ങൾക്ക് ദർശനത്തിനായി തുറന്നു കൊടുക്കാറുള്ളത്. അത് സെപ്റ്റംബർ 14-ാം തീയതി വരെ ഭക്തജനങ്ങൾക്ക് ദർശിക്കുന്നതിനും അനുഗ്രഹം പ്രാപിക്കുന്നതിനും സൗകര്യമുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഈ പള്ളിയുടെ പ്രധാന മദ്ബഹായ്ക്ക് സമീപമായി പരിശുദ്ധ ദൈവമാതാവിൻ്റെ സൂനറോ സ്ഥാപിച്ചിരിക്കുന്നതും ഭക്തജനങ്ങൾക്ക് ദർശിച്ച് അനുഗ്രഹം പ്രാപിക്കുന്നതിനുള്ള അവസരം പള്ളിയകത്ത് ക്രമീകരിച്ചിട്ടുണ്ട്. ഈ പള്ളിയിലെ പ്രധാന നേർച്ച വഴിപാടായ കരുനേർച്ച അഥവാ പാച്ചോർ നേർച്ച സെപ്റ്റംബർ 7-ാം തീയതി ഉച്ചയോടുകൂടി അത് പാചകം ചെയ്യാൻ ആരംഭിക്കുന്നതും അതിന് പ്രത്യേക കൂപ്പൺ എടുക്കുന്നവർക്ക് പ്രത്യേക പാത്രങ്ങൾ നിറച്ച് 7-ാം തീയതി രാത്രി 12 മണി മുതൽ വിതരണം ചെയ്യുന്നതുമായിരിക്കും. 8-ാം തീയതി പെരുന്നാൾ ദിവസമായ ഞായറാഴ്ച യാക്കോബായ സുറിയാനി സഭയിലെ മലങ്കര മെത്രാപ്പൊലീത്ത അഭിമന്യ ജോസഫ് മാർ ഗ്രിഗോറിയസ് മെത്രാപ്പൊലീത്തയുടെ പ്രധാന കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാനയും, തുടർന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് കരോട്ടെ പള്ളിയിലേക്കുള്ള പ്രദക്ഷിണവും, തുടർന്ന് ആശീർവാദവും നേർച്ച വിളമ്പോടുകൂടി പെരുന്നാൾ പരിപാടികൾ സമാപിക്കുമെങ്കിലും പരിശുദ്ധ ദേവമാതാവിൻ്റെയും ഉണ്ണിയേശുവിൻ്റെയും കൂടിയുള്ള ത്രോണോസിലെ ആ ചിത്രം സെപ്റ്റംബർ 14 വരെ ഭക്തജനങ്ങൾക്ക് ദർശിക്കുന്നതിനുള്ള അവസരമുള്ളത് കൊണ്ട് സെപ്റ്റംബർ 1 മുതൽ 14 വരെയുള്ള തീയതികളിൽ അഭിമന്യ മെത്രാപ്പൊലീത്തന്മാരുടെ പ്രധാന കാർമ്മികത്വത്തിലായിരിക്കും വിശുദ്ധ കുർബാന ഈ പള്ളിയിൽ നടക്കുന്നത്. സെപ്റ്റംബർ 7-ാം തീയതി വൈകുന്നേരം കരോട്ടെ പള്ളിയിലേക്ക് 7:30 മണിക്ക് പ്രദക്ഷിണവും, തുടർന്ന് 8:45 മണിക്ക് ആകാശവിസ്മയവും, തുടർന്ന് 10 മണിയോടുകൂടി പരിചമുട്ടുകളി, മാർഗംകളി എന്നിവ നടത്തുന്നതുമാണ്. ഇതൊക്കെയാണ് പെരുന്നാൾ സംബന്ധിച്ച കാര്യങ്ങൾ. ചരിത്രപ്രസിദ്ധമായ മണർകാട് പള്ളിയിലെ സുഗന്ധം പരത്തുന്ന കൽക്കുരിശ്. വലിയ പള്ളിയുടെ പടിഞ്ഞാറു വശത്ത് സ്ഥിതി ചെയ്യുന്ന കൽക്കുരിശ് നാളിതുവരെ വിശ്വാസികൾക്ക് ദൈവീക നൽവരങ്ങളുടെ ഉറവിടമായിരുന്നെങ്കിൽ ഇന്നത് സുഹൃതങ്ങളുടെ സുഗന്ധ സ്രോതസ്സായി പരിണമിച്ചിരിക്കുന്നു. 1982 ഫെബ്രുവരി മാസം 26-ാം തീയതി പരിശുദ്ധ പാത്രിയർക്കീസ് ബാവ തിരുമനസ്സുകൊണ്ട് വിശുദ്ധ ദൈവമാതാവിൻ്റെ തിരുവസ്ത്രത്തിൻ്റെ ഭാഗമായ സുനോറോ അഥവാ ഇടക്കെട്ട് ഈ പള്ളിയിൽ സ്ഥാപിച്ചതിൻ്റെ 30-ാം വാർഷിക പെരുന്നാളിനോട് അനുബന്ധിച്ച് 2012 ഫെബ്രുവരി മാസം 25-ാം തീയതി സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം രാത്രി 9 മണിയോടുകൂടി ഈ കൽക്കുരിശിൽ നിന്ന് സുഗന്ധം പരത്തിക്കൊണ്ട് സുഗന്ധതൈലം ഒഴുകിയിറങ്ങി. 2012 ജൂൺ 29-ന് പത്രോസ് പൗലോസ് ശ്ലീഹാമാരുടെ ഓർമ്മ പെരുന്നാൾ ദിനത്തിൽ കൽക്കുരിശിൽ നിന്നുള്ള പരിമള തൈലത്തിൻ്റെ സുഗന്ധ വർഷത്താൽ ഈ ദൈവാലയം വീണ്ടും അനുഗ്രഹീതമായി. 2012 ജൂലൈ മാസം 4-ാം തീയതി ബുധനാഴ്ച ധ്യാന ശുശ്രൂഷയ്ക്കും മധ്യാഹ്ന പ്രാർത്ഥനയ്ക്കും ശേഷം ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി 3-ാം പ്രാവശ്യവും ഈ കൽക്കുരിശിൽ നിന്നും സുഗന്ധ തൈലം പ്രവഹിച്ചു. പള്ളിയുടെ പടിഞ്ഞാറ് വശത്തായി കാണപ്പെടുന്ന കൽക്കുരിശിന് മുകളിൽ കാണുന്ന അത്രയും നീളം താഴേക്കുമുണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്.
നമസ്കാരം. എൻ്റെ പേര് സന്ധ്യാശ്രീ ബാലാജി. തിരുനക്കര ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ടുള്ള 3J's അക്കാഡമി ജർമ്മൻ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അക്കാഡമിക് ഹെഡാണ്. മണർകാട് സെൻറ്റ് മേരീസ് യാക്കോബായ പള്ളിയുടെ 8 നോമ്പ് പെരുന്നാളിൻ്റെ 3J's അക്കാഡമിയുടെ ആശംസ. നമസ്തേ, എൻ്റെ പേര് പ്രദീപ് ജയകുമാർ. പ്രദീപ് കിഴക്കനേത്ത് എന്നാണ് എന്നെ അറിയപ്പെടുന്നത്. ഞാൻ മണർകാട് സ്വദേശിയാണ്. മണർകാട് പള്ളിയുടെ സമീപവാസി. മണർകാട് വിശുദ്ധ മർത്തമറിയം പള്ളിയുടെ 8 നോയമ്പ് പെരുന്നാളിന് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെ സ്ഥാപനത്തിൻ്റെയും എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. എൻ്റെ പേര് സിമ്മി മാത്യു. അജിനി സിമ്മി എൻ്റെ വൈഫാണ്. ഞങ്ങൾ രണ്ടുപേരും കുറുപ്പന്ത്ര സെൻറ്റ് സേവിയേഴ്സ് സ്കൂൾ ഓഫ് നേഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ എന്ന സ്ഥാപനം നടത്തുകയാണ്. മണർകാട് സെൻറ്റ് മേരീസ് ചർച്ചിലെ 8 നോയമ്പ് തിരുനാളിന് ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും നേരുന്നു. വലിയ കാര്യങ്ങൾ നിങ്ങൾ പ്രവർത്തിച്ചിരിക്കുന്നു. തന്റെ രക്ഷാകരമായ പീഡാനുഭവം മൂലം മൺമയനായ ആദാമിന്റെ കടച്ചിട്ട് കയറി ആദാമ്യകുലത്തെ പാപമരണത്തിൽ നിന്ന് ജീവിപ്പിക്കുവാനും പാപം മൂലം നഷ്ടപ്പെട്ട അവകാശത്തിലേക്ക് മനുഷ്യവർഗത്തെ തിരികെ കരയറ്റുവാനും വേണ്ടി അത്യുന്നതങ്ങളിലെ മഹിമാസനത്തിൽ വിശുദ്ധമാലാഹമാല പരിസേവിതനായിരിക്കെ പിതാവിന്റെ നിയോഗം അനുസരിച്ച് ആകാശം ചായിച്ച് ഇറങ്ങി വന്ന വചനമാദൈവത്തെ പിതൃനിയോഗ പ്രകാരം പരിശുദ്ധമായ പവിത്രീകരിക്കപ്പെട്ട തന്റെ നിർമ്മല ഗർഭപാത്രത്തിൽ വഹിച്ച പരിശുദ്ധമാതാവേ, നിന്റെ മഹിമകളെ വർണ്ണിപ്പാനാൻ കഴിയും. സകലത്തെയും ദഹിപ്പിച്ച് കളയുവാൻ ശക്തിയുള്ള മഹാഗ്നിയെ ഉൾക്കൊണ്ടിട്ടും നീ പൊള്ളലേൽക്കാതെ സൂക്ഷിക്കപ്പെട്ടുവല്ലോ. അമ്മേ, കന്യാവ്രതമുദ്രയ്ക്ക് ഭംഗം കൂടാതെ നീ മഹാത്ഭുതത്തെ
നിന്റെ കരുണയ്ക്കായി കണ്ണീരോടെ അപേക്ഷിക്കുന്ന ഞങ്ങളിൽ മനസ്സലിഞ്ഞ് നിന്റെ മധ്യസ്ഥ പ്രാർത്ഥനയാൽ രോഗങ്ങളെ നീക്കി ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. ഞങ്ങളിൽ കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കണമേ. തളർന്നവരെ ബലപ്പെടുത്തണമേ. ചെകിടരെ കേൾവിയുള്ളവരാക്കണമേ. നമസ്കാരം, ഞാൻ പ്രിൻസ് മാത്യു. ഇത് മോനാണ് മിഥുൻ മാത്യു. ഞങ്ങൾ കോതമേലിൽ ഒരു കർത്തടം സ്ട്രോങ് ഹോൾഡ് ഡിപ്പോ എന്ന് പറയുന്ന സ്ഥാപനം നടത്തുകയാണ്. ബിൽഡിംഗ് മെറ്റീരിയൽസിൻ്റെ ബിസിനസ്സാണ് ഞങ്ങൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മണർകാട് പള്ളിയിലെ 8 നോയമ്പ് തിരുനാളിന് ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഞാൻ ഡോക്ടർ സോജി പി ജോർജ്, പാറമ്പ മോസ്കോ കവല് ആയുർസൗഖ്യ ആയുർവേദ ക്ലിനിക് എന്ന സ്ഥാപനം കഴിഞ്ഞ 10 വർഷമായി നടത്തി വരുന്നു. നമ്മുടെ മണർകാട് സെൻറ് മേരീസ് യാക്കോബായ സുറിയാനി കത്തീഡ്രലിലെ 8 നോമ്പ് പെരുന്നാളിനുള്ള എൻ്റെയും എൻ്റെ സ്ഥാപനത്തിൻ്റെയും എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. എൻ്റെ പേര് ഡിവിൻ. കുറുപ്പന്തറയിൽ ജയരാജ് ടിമ്പർ ഇൻഡസ്ട്രീസ് എന്ന സ്ഥാപനം നടത്തുന്നു. മണർകാട് പള്ളിയിലെ 8 നോയമ്പിന് എൻ്റെയും എൻ്റെ സ്ഥാപനത്തിൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും പ്രാർത്ഥനകളും ആശംസകളും അറിയിക്കുന്നു. ഉണ്ടാവില്ലേ? പോലല്ലോ ഈ ഉണ്ടാവില്ലേ? ഞാൻ കുരിശിക്കാൻ പോയിട്ട് വിളിച്ചോണ്ട് ഉണ്ടോ? കിട്ടൂലേ?
നമസ്കാരം. ഞാൻ രാജു കുന്നപ്പള്ളി, എൻട്രി സ്പൈസ് ആൻഡ് ബേക്കേഴ്സ് മാനേജിംഗ് ഡയറക്ടർ. മണർകാട് സെൻറ് മേരീസ് പള്ളിയുടെ 8 നോമ്പ് പെരുന്നാളിന് എൻട്രി സ്പൈസസിൻ്റെ എല്ലാ ആശംസകളും. എൻ്റെ പേര് ജെയിംസ്, നൈബന്ധത്തിൽ ഒഫീസ്. ഇത് കാക്കറോഡ് കോട്ടയാണ്. പാലായിൽ സെൻറ് തോമസ് മാളിനകത്തുണ്ട്. മെഡിക്കൽ കോളേജ് സ്റ്റാൻഡ് ഓപ്പോസിറ്റ് എൻ്റെ കടയാണ്. ഇതെല്ലാം നമ്മുടെ മർത്തുമറിയം അമ്മയുടെ വലിയ കൃപയും അനുഗ്രഹവും എനിക്ക് ഏത് സമയത്തും ഞങ്ങളുടെ സ്ഥാപനത്തിൽ എൻ്റെ കുടുംബത്തിനും ഞങ്ങളുടെ ഇവിടെ ജോലി ചെയ്യുന്ന എല്ലാ സ്റ്റാഫിനും എപ്പോഴും ഞങ്ങളെല്ലാം പ്രാർത്ഥനയോടുകൂടെ അമ്മയെ ഓർക്കാറുണ്ട്. സെൻറ് മേരീസ് പള്ളിയുടെ 8 നോയമ്പ് തിരുനാളിന് എൻ്റെ കുടുംബത്തിൻ്റെ ഇവിടെയുള്ള എല്ലാ സ്റ്റാഫിൻ്റെയും മംഗളാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. പോയി ഉറങ്ങിയാലോ, ക്ഷീണുള്ളല്ലേ? ഞാൻ ആക്കിയിട്ട് എവിടെ ഉണ്ട്?
എൻ്റെ പേര് ബാബു, ഇതെൻ്റെ അനിയൻ ബിജു. ഞങ്ങൾ വടക്കേ വീട്ടിൽ ബ്രിക്സിൻ്റെ പാർട്ട്നേഴ്സാണ്. ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ ആശംസകൾ മണർകാട് പള്ളി പെരുന്നാളിന് മാതാവിനും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞാൻ മനോജ് സൈമൺ, കാശ്മീർ ആയുർവേദിക് സെന്ററിന്റെ MD ആണ്. കാരിത്താസ് മേൽപ്പാലത്തിന് സമീപമാണ് കാശ്മീർ ആയുർവേദിക് സെന്റർ സ്ഥിതി ചെയ്യുന്നത്. മണർകാട് പള്ളിയുടെ 8 നോയമ്പ് തിരുനാളിന് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വക എല്ലാവിധ ആശംസകളും. നമസ്കാരം. മണർകാട് പള്ളിയിലെ 8 നോയമ്പ് തിരുനാളിന് എൻ്റെയും എൻ്റെ കുടുംബാംഗങ്ങളുടെയും പാലാ ഈരാറ്റുപേട്ട റൂട്ടിലുള്ള പവിത്രം ഫ്ലോർ ആൻഡ് ഓയിൽ മിൽ എന്ന സ്ഥാപനത്തിൻ്റെയും എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. നമസ്കാരം. എൻ്റെ പേര് നാരായണൻ നമ്പൂതിരി. ഞാൻ പാലാ ഈരാറ്റുപേട്ട റൂട്ടിൽ പവിത്രം ഫ്ലോർ ആൻഡ് ഓയിൽ മിൽ എന്ന സ്ഥാപനം നടത്തുകയാണ്. ഞങ്ങൾക്ക് ശുദ്ധമായ വെളിച്ചെണ്ണ, പിന്നെ ഈയിടെയായിട്ട് കുറേ ഐറ്റംസുകൾ ഞങ്ങൾ പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അരിപ്പൊടി, മുളക് പൊടി, ഗോതമ്പ് പൊടി, മഞ്ഞൾപ്പൊടി, മീറ്റ് മസാല, സാമ്പാർ പൊടി മുതലായ എല്ലാവിധ പൊടികളും ഇവിടെ കിട്ടുന്നതാണ്. പുറത്തുവരുന്നതനുസരിച്ച് അവർ ഈ സമൂഹത്തിൽ ഏറെ ശ്രേഷ്ഠമായ ഈ സഭയിൽ ഏറെ മനോഹരമായ ശുശ്രൂഷകൾക്ക് നേതൃത്വം വഹിക്കേണ്ടവരാണ്. ഇന്ന് നമ്മുടെ യാക്കോബായ സഭയുടെ തലപ്പള്ളിയായ ശ്രേഷ്ഠഭാവയാണ് നമ്മുടെ തലപ്പള്ളി എന്നാണ് ഈ പേര് വിളിക്കുന്നത്. സഭയുടെ തലപ്പള്ളി. ഈ തലപ്പള്ളിയിൽ വന്നു ആഗോള മലയാളി തീർത്ഥാടന മലയാളി സമത്വയുടെ കത്തീഡ്രൽ ഈ സായാഹ്നത്തിലൂടെ വന്ന് വളരെ ആസ്വാദികരമായിട്ട് ഈ ശുശ്രൂഷകളെല്ലാം നിർവഹിച്ചു. ഇതുവഴിക്ക് ഈ 10 ജനങ്ങൾക്ക് വളരെ സ്നേഹവും കടപ്പാടുമുണ്ട്. ഈ ഗാന പരിപാടിക്ക് നേതൃത്വം കൊടുത്ത ബഹുമാനപ്പെട്ട CU നെറ്റോസൻ, നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ കോട്ടയച്ചൻ്റെ പുത്രനായ നമ്മുടെ ജോണിക്കുട്ടി ചമ്മാച്ചൻ, മറ്റ് ചമ്മാച്ചന്മാർ, വൈദ്യ വിദ്യാർത്ഥികൾ എല്ലാവരോടുമുള്ള പ്രത്യേക സ്നേഹവും വാത്സല്യവും നന്ദിയും ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഇവിടെ അറിയിക്കുവാണ്. നിങ്ങളൊക്കെ ഈ സഭയുടെ സമ്പത്താണ്. ഏറെ നന്നായിട്ട് പഠിച്ച് മിടുക്കരായിട്ട് പരിശുദ്ധ സഭയുടെ ആരാധനയിൽ മാത്രമല്ല, ഇന്ന് ഈ സമൂഹം അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ദുരിതങ്ങൾ, അവിടെയൊക്കെ ആ സഹായത്തിന് കൈകൾ നീട്ടുവാനായിട്ട്, ദുരിതം അനുഭവിക്കുന്നവർക്ക് താങ്കൾ നല്ലതുമായിട്ട് ഈ സമൂഹത്തിനായി തീരുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു.
സെപ്റ്റംബർ 7-ാം തീയതി ഉച്ചനമസ്കാര സമയത്താണ് ചരിത്ര പ്രസിദ്ധമായ നട തുറക്കൽ ചടങ്ങ് നടക്കുക. പ്രധാന മദ്ഹബായിലെ വിശുദ്ധ ത്രോണോസിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള വിശുദ്ധ ദൈവമാതാവിൻ്റെയും ഉണ്ണിയേശുവിൻ്റെയും ഛായാചിത്രം പൊതുദർശനത്തിനായി വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് തുറന്നു കൊടുക്കുക. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ലോക ജനതയുടെ നന്മയ്ക്കായി തന്നെ തന്നെ വിട്ടുകൊടുത്ത ദൈവമാതാവിൻ്റെ അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ. നന്ദി.